ജലജ നയനേനെ കൊല്ലാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പിൽ ഓയിൽ ഒഴിച്ചിടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ജലജ ആരും അറിയാതെ സ്റ്റെപ്പിൽ ഓയിൽ ഒഴിച്ചിടുകയാണ്. ഇതറിയാതെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന നയന അതിൽ തെറ്റി സ്ലിപ്പായിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ബോധം പോവാണ്. അങ്ങനെ ആദർശ് നയനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ജാനകിയും നയനയും ആദർശും അനിയും ജയനും ഒക്കെ കൂട്ടാണ്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ ഇപ്പോഴും കോൺഷ്യസിലാണ്, എന്തെങ്കിലുമൊക്കെ പറയാൻ കുറച്ചുകൂടെ ടൈം ആവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്കാനും എക്സ്റേ എല്ലാം എടുക്കുമ്പോഴേക്കും തലയ്ക്ക് ചെറിയൊരു പൊട്ടലും അതുപോലെ കാലിനും കുറച്ച് പൊട്ടലൊക്കെ ഉണ്ട്. അങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് ആൾക്ക് ബോധമൊക്കെ വീണിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, തലയ്ക്ക് ചെറിയൊരു പൊട്ടലുണ്ട്, അതുപോലെ തന്നെ കാലിനും പൊട്ടലുണ്ട്, പിന്നെ മുകളിൽ നിന്ന് വീണിൻ്റെ ഒരു ഷോക്കിലാണ് ബോധം പോയത്. എന്തായാലും ഇനി പേടിക്കാനൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയനെ റൂമിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ആദർശ് നയനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നയന അടുത്തന്നെ നിൽക്കുന്നുണ്ട്. ജാനകി ചോദിക്കുകയാണ്, മോള് എണ്ണ എടുത്ത് കുളിക്കാൻ കൊണ്ടുവരുന്നു ചോദിച്ചപ്പോൾ ഇല്ല ചെറിയമ്മേ, ഞാൻ എടുത്തില്ലായിരുന്നു, റൂമിൽ തന്നെ എണ്ണ ഉണ്ടായിരുന്നു, അത് തലയിൽ തേച്ച് കുളിയും കഴിഞ്ഞിട്ട് തന്നെ ഇറങ്ങി വന്നത്, അതുകൊണ്ട് എണ്ണയും കൂടി ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടേ ഇല്ല എന്ന് പറയാണ്. രാത്രിയിൽ ഞാനല്ലേ ലാസ്റ്റ് കയറിപ്പോയത്, അപ്പോഴും അവിടെ എണ്ണ ഉണ്ടായിരുന്നില്ല എന്ന് നയന പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി ആദർശിനോട് പറയാണ്, ആദർശേ എന്തായാലും ഈ ഒരു കേസ് നീ ഇടീറ്റിലായിട്ട് തന്നെ അന്വേഷിക്കണം, നമ്മുടെ വീട്ടിൽ അടുക്കളയിലിരുന്ന എണ്ണ എങ്ങനെ സ്റ്റെപ്പിൽ വന്നെന്ന് കൃത്യമായിട്ട് നീ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, അതൊന്നും സാരമില്ല അപ്പച്ചി, നമ്മുടെ അവിടെ CCTV ഫുൾ കവറേജ് ആണല്ലോ, അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് CCTV നോക്കാം, വീട്ടിൽ പോയിട്ടാട്ടെ എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ നയനെ ആദർശ് അതുപോലെ പരിചരിക്കുന്നുണ്ട് കേട്ടോ. നയനെ എഴുന്നേക്കാൻ പറ്റാത്തപ്പം ആദർശ് ഇങ്ങനെ എഴുന്നേപ്പിച്ച് പിടിച്ചൊക്കെ ഇരുത്തുന്നുണ്ട്. അങ്ങനെ ടാബ്ലറ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആദർശ് തന്നെ നയനയ്ക്ക് അതൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ജാനകിയുടെ ഹസ്ബൻഡും എല്ലാവരും കാണാൻ വരുന്നുണ്ട്. പക്ഷേ ദേവയാനിയും ജലജയും അബിയും നവ്യയും കാണാൻ ചെല്ലുന്നില്ല കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവരോട്, നിങ്ങൾ വരുന്നില്ലെന്ന് ചോദിക്കുമ്പം ഞങ്ങളൊന്നും വരുന്നില്ല എന്ന് ജലജ പറയാണ്. നിന്നോടല്ല, ഞാൻ ദേവേനോട് ചോദിച്ചെന്ന് പറയുമ്പോൾ ദേവേനൊന്നും മിണ്ടാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, അവിടെ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുന്നത് നിന്റെ മരുമകളാണ്, അവളെ ഒരു നോക്ക് കാണാൻ പോലും നിനക്ക് ആഗ്രഹമില്ലെന്ന് ചോദിക്കുമ്പോൾ ആദർശിനെ ഞാൻ വിളിച്ചായിരുന്നു, 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു, പിന്നെ എന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, നിന്റെ ഇത്രയ്ക്കും കടുംകിട്ടി മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ദേവിയാനിന്നും പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ജാനകിയുടെ ഹസ്ബൻഡും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവരും ചെന്ന് നയനയെ കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് മോളെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, കുഴപ്പമില്ല മുത്തശ്ശ, ഇപ്പോൾ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ജാനകി പറയാണ്, തലയ്ക്ക് നല്ല അടിയേറ്റിട്ടുണ്ട്, തലയ്ക്ക് നല്ല പൊട്ടലുണ്ട്, കുറച്ച് ദിവസത്തേന് കംപ്ലീറ്റ് റെസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ കാലും പൊട്ടലുണ്ട് എന്ന് പറയാണ്. മുത്തശ്ശൻ പറയാണ്, അതൊന്നും സാരമില്ല, 2 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവുമല്ലോ, നമുക്ക് വീട്ടിൽ പോയിട്ട് ഒരു നേഴ്സിനെ കൂടെ നിർത്താമെന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ജാനകി നീയോ, അപ്പം നിനക്ക് ഓഫീസിൽ പോവണ്ടേ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, സാരമില്ല, ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തോളാം, കുറച്ച് ദിവസത്തെ കേസല്ലേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, അത് സാരമില്ല ആദർശ് ചേട്ടാ, ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ആദർശ് നിൽക്കട്ടെ, ഭാര്യയ്ക്ക് വയ്യാതാകുമ്പോൾ നിൽക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയില്ലേ എന്നൊക്കെ ജാനകിയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസമായിട്ടും ദേവയാനിയോ നവ്യ പോലൊന്നും കാണാൻ വന്നില്ല കേട്ടോ. പക്ഷേങ്കിൽ ജാനകി വിളിച്ചിട്ട് നാനയുടെ അമ്മയോടും അച്ഛനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരും വന്ന് കാണുന്നുണ്ട്. വന്ന് കണ്ടിട്ട് കനകം പറയുന്നുണ്ട്, മോളുടെ കൂടെ അമ്മയും കൂടി അനന്തപുരിലേക്ക് വരാം മോളെ നോക്കാനെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മോള് നമ്മുടെ വീട്ടിലേക്ക് വാ അമ്മ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ ആദർശോട് ചോദിക്കുകയാണ്, അല്ല എന്താ നിന്റെ അഭിപ്രായം. അതൊന്നും സാരില്ല മുത്തശ്ശ, നയന വീട്ടിൽ തന്നെ വന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് കേൾക്കുമ്പം കനകത്തിനും ഗോവിന്ദനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അത് നീ എന്ത് മറുപടി പറഞ്ഞറിയാനാ ഞാൻ ചോദിച്ചത്. സാധാരണ ഇപ്പോൾ ഒരു നാട്ടു നടപ്പുണ്ട്, പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും, അവർ ചത്ത് കിടന്ന് പട്ടിയെ പോലെ പണി ചെയ്യും, എന്നിട്ടും ആരും ഒരു വാക്ക് നല്ല വാക്ക് പോലും പറയില്ല. അവൾക്ക് എന്തെങ്കിലും ക്ഷീണമോ തളർച്ചയോ വയ്യാഴികയോ വന്നാൽ അപ്പോൾ തന്നെ അവളെ പറഞ്ഞ് അവളുടെ വീട്ടിലോട്ട് വിടും. ഇതൊക്കെ എവിടുത്തെ മര്യാദയാ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടക്കുന്നുണ്ടല്ലേ, ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി കഴിയുമ്പം എല്ലാ ജോലികളും ചെയ്യേണ്ടത് അവൾ തന്നെയായിരിക്കും. ആ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ അവരെ പരിചരിക്കേണ്ടതും അവൾ തന്നെ ആയിരിക്കും. പക്ഷേങ്കിലോ അവർക്ക് എന്തെങ്കിലും വയ്യാഴികയോ എണീച്ചിടന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അപ്പം തന്നെ അവരെ പറഞ്ഞ് അവരെ സ്വന്തം വീട്ടിലേക്ക് വിടും. കാരണം ഇത് അവരുടെ വീടല്ല എന്നൊരു പരിഗണനയാട്ടോ മിക്കവാറും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുക. അങ്ങനെ നയനെ കനകത്തിന് കൂടെ വിടാൻ ആദർശ് തയ്യാറാവുന്നില്ല.
അങ്ങനെ 2 ദിവസം കഴിയുമ്പോഴേക്കും അവർ വീട്ടിലേക്ക് നയനയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ, അനന്തപുരിയിലേക്ക്. അങ്ങനെ അനന്തപുരിയിലേക്ക് അവളെ കയറി ചെല്ലുമ്പോൾ തന്നെ ജാനകി ദൃഷ്ടിയൊക്കെ ഒഴിഞ്ഞിട്ടിട്ട് അവളെയും കൊണ്ട് കയറ്റുന്നുണ്ട്. അപ്പോഴേക്കും ജലജ അഭിയോട് ചോദിക്കുകയാണ്, ഓ ഈ നാശം പിടിച്ചവള് ദാ തിരികെ കയറി വരുന്നു, ദൃഷ്ടി ഒഴിഞ്ഞ് അവളുടെ എല്ലാം കളയാൻ നോക്കാം. ഞാൻ തലടിച്ച് വീണപ്പം അതോട് കാറ്റ് തീർന്നെന്ന് ഇത് കയറി വരുന്നത് കണ്ടില്ലേ, ഇവള് നിങ്ങളുടെ ഊരാളിപ്പെടുത്ത എത്രയായാലും ഇവള് നമ്മളോട്ട് പോവില്ലടാ എന്നിങ്ങനെ അവിയോട് പറയുന്നുണ്ട്. ശേ എന്ത് കഷ്ടമാണെന്ന് പറയാനാ, ഞാൻ കരുതി ഇതോടെ അവസാനിക്കുമെന്ന് എന്ന് അഭി പറയാണ്. ഇതും കൂടെ കഴിഞ്ഞ് മറ്റവളെ തൂത്ത് പുറത്താക്കാൻ എളുപ്പമാണെന്ന് കരുതി ഇരിക്കുകയായിരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ്, അവസരം നമുക്ക് ഇനിയും വീണ് കിട്ടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നവീനയും കൊണ്ട് ആദർശനെയാണ് കേട്ടോ പിടിച്ച് കയറിയൊക്കെ വരുന്നത്. ഇത് കാണുമ്പോഴേക്കും ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേവയാനി എന്നിട്ട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ജാനകിയും ആദർശം കൂടി പിടിച്ചുകൊണ്ട് നയനിനെ ഹാളിൽ കൊണ്ടിരുത്തുന്നുണ്ട്. എന്നിട്ട് ദേവയാനി ഒന്ന് അടുത്തോട്ട് പോലും വരുന്നില്ല കേട്ടോ, നയനയുടെ നവ്യയും അടുത്തോട്ട് വരുന്നില്ല. അപ്പോഴേക്കും മുത്തശ്ശി അവിടെ ചോദിക്കുകയാണ്, ദേവയാനിയുടെ ദേഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നവ്യയെ, നീ ഇവളുടെ സ്വന്തം ചേച്ചിയല്ലേ, കൂടെ പിറപ്പല്ലേ, ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച മക്കളെ കണ്ടുവരും. എന്നിട്ട് നാനക്ക് ഇത്രയും ഒരു അപകടം ഉണ്ടായിട്ട് 2 ദിവസമുള്ള ഹോസ്പിറ്റലായിരുന്നു, എന്തായതാന്ന് ഒന്ന് വിളിച്ച് ചോദിക്കാട്ടെ, ഒന്ന് വരികയോ നീ ചെയ്തോ? അതുപോട്ടെ ഇവിടെ വന്നിട്ട് ഇത് ഇത്രയും നേരമായി, നിനക്ക് അവളുടെ അടുത്തോട്ട് പോലും വരാൻ തോന്നുന്നില്ലെന്ന് പറയുമ്പോൾ, അയ്യോ അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, എനിക്ക് നായനോട് സ്നേഹം തന്നെയാ എന്ന് പറയുമ്പോഴേക്കും, സ്നേഹം എന്ന് പറയുന്നത് വാ കൊണ്ട് പറയേണ്ടതല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അപ്പോഴേക്കും നവ്യ ഇങ്ങനെ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ഇങ്ങനെ കൂടപ്പിറപ്പുകളെ സ്നേഹമില്ലാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ നായനോട് എന്തുമാത്രം വിഷമിച്ചു എന്നും പൊട്ടിക്കറിഞ്ഞെന്നും ഞങ്ങളെല്ലാം കണ്ടതാ. നിന്നെ അന്വേഷിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ആ പാവം എവിടെയൊക്കെ ഓടി നടന്നു, ജീവൻ പണയം വെച്ചല്ലേ രണ്ടുപേരും കൂടി നിന്നെ രക്ഷിച്ചത്, അതിൻ്റെ ഒരു നന്ദി പോലും നിനക്കില്ലല്ലോ എന്ന് നവ്യയോട് പറയുന്നുണ്ട്. നവ്യപ്പം പറയാണ്, അയ്യോ അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ, അവൾ വന്ന് ക്ഷീണിച്ചിരിക്കുകയല്ലേ, ഇപ്പോഴവൾ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് കരുതിയിട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ഓക്കെ ഞാനൊരു കാര്യം പറയാം, ഇന്ന് മുതൽ നയനയ്ക്ക് നടക്കാനോ അങ്ങനെ എഴുന്നേറ്റിരിക്കാനോ ഒന്നും പറ്റില്ല, നല്ല റെസ്റ്റ് 1 മാസത്തോളം വേണം. അതുകൊണ്ട് നവ്യ ഇനി നയന ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജോലികളും ചെയ്യണം, അതുപോലെ തന്നെ നയനെ പരിചരിക്കേണ്ടതും നവ്യാണെന്ന് പറയുന്നു. അപ്പോഴേക്കും നവ്യ പറയാണ്, അയ്യോ ഞാൻ ഒറ്റയ്ക്കോ, ഞാൻ എങ്ങനെ ഇത്രയും വലിയ വീട്ടിലെ മുഴുവൻ ജോലികളും ചെയ്യുക, അതും ഇവിടെയും കൂടി പരിചരിക്കേണ്ടപ്പോ? മുതച്ച് ചോദിക്കുകയാണ്, ഇത്രയും കാലവും നയനമോളായിരുന്നല്ലോ ഈ വീട്ടിലെ സർവത്രാതി പണിയും ചെയ്തുകൊണ്ടിരുന്നത്, അപ്പം നിനക്ക് തോന്നിയില്ലേ അവൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതിന്? അത് മാത്രമല്ല ഈ വീട്ടിൽ മറ്റാർക്കും തോന്നിയില്ലല്ലോ, ജാനകി മാത്രമല്ലേ അവളെ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇനി എന്തായാലും ബാക്കി എല്ലാവരും അടുക്കള കയറിക്കോ, നയനയുടെ കാര്യം ജാനകിയും ആദർശം കൂടി നോക്കിക്കോളും. അതുപോലെ തന്നെ നവ്യയും ജലജയും ദേവയാനിയും കൂടി അടുക്കളയിൽ കയറിയാൽ മതി എന്ന് പറയുമ്പോൾ ദേവനെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇന്നേ വരെ ദേവൻ അടുക്കളയിൽ കയറി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് മുത്തശ്ശി പറയുമ്പോൾ ദേവനയ്ക്ക് ഒന്നും മറുത്തു പറയാനില്ലാതെ അവസ്ഥപ്പെട്ട് നിൽക്കാണ്. അപ്പോഴേക്കും ജലജ പറയാണ്, അതിനെന്താ അമ്മേ, മീനാക്ഷി ഉണ്ടല്ലോ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, മീനാക്ഷി ഒരാൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കില്ല. നയനെ പോലെ അല്ല മീനാക്ഷി, മീനാക്ഷിക്ക് അവളുടെ തടി നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ. നയന അങ്ങനെ അല്ലായിരുന്നല്ലോ, എല്ലാവർക്കും വേണ്ടിയിട്ട് അവളുടെ ആരോഗ്യം പോലും നോക്കാതെ അവൾ നേരം വെളുത്ത് വയ്യോളം കിടന്ന് പണിതില്ലേ, അപ്പോഴൊന്നും ആരും നയനയുടെ വില അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഇനി മുതല് നിങ്ങൾ 3 പേരും അടുക്കളയിൽ കയറിയാൽ മതി എന്ന് പറയാണ്. എന്നിട്ട് ദേവിയാനോട് ജലജോടും പറയുന്നുണ്ട്, കിട്ടിയ അവസരം മുതലാക്കി നവ്യെ കൊണ്ടെല്ലാം ചെയ്യിക്കാന്ന് നിങ്ങൾ ഓർക്കണ്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ആ ഒരു ഓർമ്മ വേണം ആദർശേ, നീ അവളെയും കുട്ടി മുകളിലേക്ക് പോകുന്നു പറയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, അതിനെന്തിനാ ആദർശങ്ങളെ നോക്കുന്നത്, ജാനകി നീ കൊണ്ടുപോകും, അതല്ലെന്നുണ്ടെങ്കിൽ കനകയെ വിളിച്ചു വരുത്താം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇവിടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. അപ്പോഴേക്കും മുത്തശ്ശി നോക്കി ചിരിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നമ്മളുടെ മരുമകളുടെ മനസ്സ് എന്ന് പറയുമ്പോഴേക്കും ജയം പറയാണ്, നിന്റെ മനസ്സ് ഇത്രയും കടുകട്ടിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, കുറച്ച് മുമ്പേ കൂടി ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഈ വീട്ടിലെ അടിമയെ പോലെ പട്ടിയെ പോലെ ഇടുന്ന അവൾ എല്ലാ ജോലിയും ചെയ്തിട്ട് അവസാന നിമിഷം അവൾക്കൊരു വയ്യാഴിക വന്നപ്പം അവളെ പറഞ്ഞ് വിട്ടിട്ടുന്നാണോ ദേവനി മര്യാദ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ജയൻ ചോദിക്കുന്നുണ്ട്, നീ എത്രയോ നാളോടെ വയ്യാതെ സുഖമില്ലാതെ കിടന്നിട്ടുണ്ട്, ഞങ്ങൾ ആരെങ്കിലും നിന്നെ പറഞ്ഞ് നിന്റെ വീട്ടിലിട്ടിട്ടുണ്ടോ? നിന്റെ അമ്മയെ വിളിച്ചു നിർത്തി നിന്നെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ? അന്നെല്ലാം ഞങ്ങളതിനെ മാറി തിരിഞ്ഞില്ല നിന്നെ നോക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ട്, നയനേനെ ആദർശ് പരിചരിക്കുന്നതിന്റെ ഒക്കെ ഒരു വീഡിയോ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.